ഹലോ ഹായ് കുടുംബങ്ങളെ. അപ്പോൾ നമ്മൾ മക്കളിനെയൊക്കെ സ്കൂളിലേക്ക് വിട്ടിട്ട് ജസ്റ്റ് ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കൊണ്ട് നല്ല വ്യൂ ആണ്. ഇത് കോട്ടക്കുളം പറയും പ്ലേസ്. നല്ല വ്യൂവും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ക്ഷേത്രം ഏത് ഞാൻ ഇതുവരേക്ക് ഇവിടെ ഈ അമ്പലത്തിൽ വന്നില്ല. ഇതേ പാസ് ചെയ്യുന്നല്ലാണ്ട് ഈ അമ്പലത്തിലേക്ക് വന്നില്ല. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, കുളവും നല്ല പ്രകൃതി രമണീയമാണ്. കുളവും മേലെ ഓവർ ബ്രിഡ്ജൊക്കെ കണ്ടു. അതിലേക്ക് എൻട്രൻസ് ഉണ്ട്, പക്ഷെ പോകാൻ പറ്റിയില്ല. കുളത്തിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ തൊട്ടന്നെ ഒരു അരയാലുണ്ടായിരുന്നു. അപ്പോൾ അരയാലിൻ്റെ താഴെ ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് അവിടുത്തെ പണിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് കുറച്ച് നേരം ഇരുന്നു. ചെറിയ കുളത്തിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഓവർ ബ്രിഡ്ജിൽ എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു. പക്ഷെ മുകളില്ലാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല. ഞാൻ തനിച്ചായിരുന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറാൻ ഇതാക്കിയില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ കുളത്തിന് വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മൂങ്ങാംകോഴിനെ കണ്ടത്. ശരി, ഞാൻ എന്നാൽ പിന്നെ മൂങ്ങാംകോഴി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ മൂങ്ങാംകോഴി ഇവിടെ മുങ്ങിയിട്ട് വേറെ എവിടെയാണ് പൊങ്ങിയത്. തിരിച്ച് നോക്കിയാൽ ഈ സൈഡ് നോക്കിയാൽ നല്ല എന്താ പറയുക, പച്ചപ്പ് ഹരിതാഭി നിറഞ്ഞ പാടങ്ങളും അമ്പലവും ഒക്കെ ഒരു വേറെ പോസിറ്റീവ് വൈബ് തന്നെ തന്നു. എന്നിട്ട് ഞാൻ വീണ്ടും മൂങ്ങാംകോഴീനെ തപ്പുകയാണ് ഗൈസ്. പക്ഷേ അത് കറക്റ്റ് നമ്മളെ പറ്റിച്ചു. ഇവിടെ നിന്ന് മുങ്ങിയിട്ട് വേറെ എവിടെയോ പോയി പൊന്തി. പിന്നെ ആലിൻ്റെ ഷാഡോ ഒക്കെ കാണാനുണ്ടായിരുന്നു കുളത്തിൽ. പിന്നെ ചെറിയ ചെറിയ മഴ ചാറ്റൽ എന്ന് പറയില്ല, ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങളല്ല, ഞാൻ ചാറ്റൽ മഴയൊക്കെ ഒന്ന് കണ്ടിട്ട് അങ്ങനെ വെക്കായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് ഈ റോഡ് പറഞ്ഞാൽ മുടപ്പിലൂർക്ക് ബന്ധിപ്പിക്കുന്ന റോഡാണെന്നാണ് തോന്നുന്നത്. എനിക്ക് അത്ര ക്ലിയർ അല്ല അവിടെ. പിന്നെ നോക്കിയാൽ ഹിൽസും വെസ്റ്റേൺ ഗഡ്സ് ഹിൽസൊക്കെ കാണാൻ പറ്റും. പിന്നെ കുറച്ച് പച്ചപ്പാടങ്ങളും ഒക്കെ കാണാൻ പറ്റും. പച്ചപ്പ് ഹരിതാഭയും അങ്ങനെ അതിൻ്റെ നടുവിലൂടെ ഒരു റോഡും ഒക്കെ ഒരു നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് മൂളിപ്പാട്ടൊക്കെ പാടി തനിയെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ തിരിച്ച് വരുമ്പോൾ നമ്മുടെ ഉമ്മൻ ചോട്ടിൽ മഹേഷ് ഷട്ടിൽ ചായക്കടയിൽ നിന്ന് ഒരു കോഫി കുടിച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ പിള്ളേർ അവിടെ കട്ടൗട്ട് വെച്ചിരിക്കുന്നത് കണ്ടത്. അപ്പോൾ നോക്കി, എല്ലാ കട്ടൗട്ടും നോക്കി. പോർച്ചുഗലിൻ്റെയും ഇതിൻ്റെ ബ്രസീലിൻ്റെയും അർജൻറ്റീനയുടെയൊക്കെ ഫ്ലക്സുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഹാഷ്ടാഗുകളൊക്കെ സൂപ്പർ ഡയലോഗ്സൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അർജൻറ്റീന ഫാൻസ് ആയതുകൊണ്ട് നമ്മൾ നേരെ മെസ്സിയുടെ ഫ്ലെക്സിനെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കിയിട്ട് വന്നു. പിന്നെ വരുമ്പോഴാണ് വഴിയിൽ ഗുൽമോഹർ പൂക്കൾ ഇങ്ങനെ സ്കൂൾ. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ നിർത്തിയിട്ട് ഗുൽമോഹറിൻ്റെ വീഡിയോസ് എടുത്തു. ഏകദേശം മെയ് ജൂലൈ മാസങ്ങളിൽ പൂത്ത് തളർത്ത് നിൽക്കുന്ന ഗുൽമോഹർ കാണാൻ, റോഡ് സൈഡിൽ നിൽക്കുന്ന ഗുൽമോഹർ കാണാൻ വേറൊരു വൈബ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിർത്തിയിട്ട് കുറച്ച് നേരം ഗുൽമോഹറിൻ്റെ പിക്സൊക്കെ എടുത്തു. പണ്ടേ നമ്മൾ ഗുൽമോഹർ പ്രേമി ആയതുകൊണ്ടേ. അപ്പോൾ കുടുംബങ്ങളെ, എന്നെപ്പോലെയുള്ള വീട്ടമ്മമാരോടാണ്, നമ്മൾ ഹസ്ബൻഡിൻ്റെ കൂടെയും കുട്ടികളുടെ കൂടെയും ഫാമിലിൻ്റെ കൂടെയും സമയം ഒരു ദിവസത്തിൽ ഫുൾ ടൈം നമ്മൾ അതിൻ്റെ കൂടെ സമയം ചിലവഴിക്കും. പക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ വീട്ടമ്മമാർ ഒരു നിമിഷമെങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കും, മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ എല്ലാ കാര്യവും നോക്കിയിട്ട് നടക്കും. പക്ഷെ നമ്മൾ ഒരു ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മളെ തന്നെ ഒന്ന് സ്നേഹിച്ചിട്ട് നമ്മളുടെ കാര്യം, നമ്മളുടെ ഒരു മൈൻഡ് ഫ്രീ ആയിട്ട് നമ്മളെപ്പോഴെങ്കിലും ഇരുന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ തനിയെ യാത്ര ചെയ്യുക, നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഒന്ന് ആസ്വദിച്ചിട്ട് കണ്ടിട്ട് വരിക. ഇപ്പോൾ ഒരു ചായക്കടയിൽ പോയി ചായ കുടിക്കണം തോന്നി ചായ കുടിക്കുക. ഇല്ല, നമ്മൾക്ക് കുറച്ച് പ്രകൃതി രമണീയമായ ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നിൽക്കാൻ തോന്നി പോയി നിൽക്കുക. അതിനൊന്നും നമ്മൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടും സ്നേഹത്തോടെയും പഴകുന്ന ആളുകളാണ്. അത് നമ്മൾ വെളിയിൽ പോകുമ്പോൾ അറിയാൻ പറ്റും. എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല, ഭൂരിഭാഗം നമ്മുടെ കേരളത്തിലുള്ള മനുഷ്യരൊക്കെ സ്നേഹസമ്പന്നരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എന്താ പറയുക, നമ്മൾ ഭൂമിയിൽ അതേപോലെ നമ്മൾ ഭൂമിയിൽ ഇരിക്കുന്ന കാലം വരയ്ക്കും നമ്മൾ ഇതാണ് സ്വർഗം, ഭൂമിയാണ് സ്വർഗം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾക്ക് ആസ്വദിക്കാൻ കഴിയും. അതേപോലെ നമ്മൾ വേറൊരു പാരഡൈസ് തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും പാരഡൈസും ഹെവനൊക്കെ നമ്മുടെ ഭൂമി തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഭൂമി ആസ്വദിക്കുകയാണെങ്കിൽ
ഭൂമി തന്നെയാണ് ഏറ്റവും വലിയ സുന്ദരമായ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. പ്രകൃതിയിലെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും വാച്ച് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, അങ്ങനെ ഓരോന്നും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മൾക്കൊരു മൈൻഡ് റിലാക്സേഷനും എല്ലാം കിട്ടും. അപ്പോൾ എന്നെ പോലുള്ള വീട്ടമ്മമാർ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ തനിയെ നമ്മൾക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെ അടിച്ചു പൊളിച്ച് ആസ്വദിച്ചിരിക്കുക. അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഫോളോ ചെയ്ത് കൂടെ കൂട്ടിക്കോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഓക്കെ, ബൈ, താങ്ക് യു.